ക്വസ്റ്റ്യൻ എഴുതിയേക്കും. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ കാണുന്നില്ല, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഈ എക്സിറ്റ് കണ്ടീഷനിൽ പറയുന്ന പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബോത്ത് സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ രണ്ട് കണ്ടുപിടിക്കണം. ബോത്ത് സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷൻ രണ്ട് എങ്ങനെ ഇത് ഏത് മൊഡ്യൂളിലോ? ശരി, ഈ കമ്പഷനിൽ ഏത് മൊഡ്യൂളിലാണ് വരുന്നത്? ഏതിലാ വരുന്നത്? കമ്പസ്റ്റർ പ്രോസസ് എല്ലാം. കമ്പസ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാ വരിക? കമ്പഷൻ പ്രോസസ്സിൽ ഏതാ നടക്കുന്നത്? ഫസ്റ്റ് മൊഡ്യൂളിൽ കമ്പഷൻ നടക്കുന്നതാണ്. കമ്പഷൻ മീൻസ് എന്താ? പ്രോസസ് എന്താ നടക്കുക? ഹീറ്റ് അഡീഷൻ പ്രോസസ്. ഹീറ്റ് അഡീഷൻ വരുന്നത് ഏത് മൊഡ്യൂളിലാണ്? ഹീറ്റ് അഡീഷൻ ഏതിനകത്താ വരുന്നത്? ഹീറ്റ് അഡീഷൻ നടക്കുന്ന ഫ്ലോ ഏതാ? റെയ്ലി ഫ്ലോ. ഫിഫ്ത് മൊഡ്യൂളിന്റെ പ്രോബ്ലം ആണ്. ഇന്നലെ അസൈൻമെന്റ് എഴുതിയ കമ്പസ്റ്ററിന്റെ പ്രോബ്ലം ഇത് വെച്ചിട്ട് എഴുതിയപ്പോ ഫിഫ്ത് മൊഡ്യൂളിൽ വരുന്ന പ്രോബ്ലം ആണ്.
ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഹലോ, ക്വസ്റ്റ്യൻ എഴുതിയാ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാ? ആൻസർ ചെയ്ത് തുടങ്ങും. വെച്ചിരിക്കല്ലോ. ഫസ്റ്റ് എന്താ വന്ന കണ്ടീഷൻസ് എടുത്ത് എഴുതാ ആദ്യം. എന്തൊക്കെയാ തന്നിട്ടില്ല? എന്തൊക്കെയാ നിഖിലേ തന്നിട്ടില്ല? നിഖിൽ, നീല മൈക്ക് കംപ്ലൈന്റാ? ഒരു ഹെഡ്സെറ്റ് വാങ്ങി വെച്ചുവിടാ. നോർമൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യില്ലേ? സാധാ ഹെഡ്സെറ്റിനും ഉണ്ടാവില്ലല്ലോ മൈക്ക്. പോയാ ആകാശം എന്തൊക്കെയാ തന്ന കണ്ടീഷൻസ്? ആകാശന്റെ ക്ലാസ്സിൽ ക്വസ്റ്റിനും വെച്ചിട്ട് ഇരിക്കല്ലേ? ആകാശിന്റെ ക്ലാസ്സിൽ ആകാശ് വിളിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന. ഞാൻ ഇനി അങ്ങോട്ട് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം. നേരെ അറ്റൻഡൻസ് ഇടാൻ നിൽക്കൂല. ക്വസ്റ്റ്യൻ വേണ്ടി അങ്ങനെ ഇരിക്കാനല്ല. എഴുതുന്നുണ്ടോ? ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടോ? ആകാശ് ക്ലാസ്സിലില്ലേ? ആകാശ്, സച്ചിൻ സുഷാർ, സച്ചിൻ ആയിരിക്കും മൈക്കില്ല. എല്ലാവർക്കും മൈക്ക് കംപ്ലൈന്റാ. എല്ലാരും മെസ്സേജ് ഇടുകയാണല്ലോ. തന്ന കണ്ടീഷൻസ് ആദ്യം നോക്ക്. ഇതൊക്കെ തന്നിട്ടില്ലേ? പ്രഷർ വാല്യൂ തന്നിട്ടുണ്ട് 0.343 ബാർ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 310 കെൽവിൻ. വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ തന്നിട്ടില്ലേ? സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഡിഫറൻസ്, എൻട്രിയും എക്സിറ്റും തമ്മിലെ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഡിഫറൻസ് തന്നിട്ടുണ്ട്. എന്താ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഡിഫറൻസ്? H02 minus H01, 2 minus H01, that is equal to 1172.5 kilojoule per kilogram. And CP തന്നിട്ടുണ്ട് 1.005 kilojoule per kilogram Kelvin. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ക്ലാസ് ചെയ്തിട്ടില്ല. സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ ചെയ്തതായിട്ടുള്ള സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ന്യൂമറിക്കൽസ് മാറിയതേ ഉള്ളൂ. ഇനീഷ്യലി എന്ത് ചെയ്യാ? ഇനീഷ്യലി മാക് നമ്പർ കണ്ടുപിടിക്കുക. ഇൻലെറ്റ് കണ്ടീഷനിലെ മാക് നമ്പർ. അഭിരാം ഉണ്ടോ ക്ലാസ്സിൽ? അഭിരാം എങ്ങനെ മാക് നമ്പർ ഇൻലെറ്റ് കണ്ടുപിടിക്കുക തന്ന കണ്ടീഷൻ വെച്ചിട്ട്? മാക് നമ്പർ മറ്റേ റൂട്ട് റോ ആർ ടി പിന്നെ സി അല്ല എ റൂട്ട് റോ ആർ ടി C1 V1 by A1 M1 കണ്ടുപിടിക്കാം. ഹലോ
ഹലോ അഭിരാമെ പറ, എങ്ങനെ കണ്ടുപിടിക്കാം അഭിരാം? V1/A1. V1/A1. ഓക്കെ, V1 എത്രയാ? V1 ആ V1 60 V1 പറഞ്ഞോ. 60 meter/second. 60 meter per second ഡിവൈഡ് ബൈ A1. A1 ഇക്വേഷൻ എന്താ വരിക? Root of ആ rho RT. Rho ഓ 1.4 ആണോ ഗാമയാണോ? gamma RT. RT1 അല്ലേ? അത് വെച്ചിട്ട് A1 കണ്ടുപിടിക്കുക. സോ V1/√of gamma RT1 ആണ് എന്ത് വരിക? മാക് നമ്പർ വരിക. ഈ മാക് നമ്പറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞേ, എത്ര വരിക മാക് നമ്പറിന്റെ വാല്യൂ? 0.17. എത്ര? 0.17. 0.17 വരും. ഇപ്പൊ 0.17 കറസ്പോണ്ടിങ് ആയിട്ട് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക. 0.17 ഏതെടുക്കുക? റെയിലി ഫ്ലോ ടേബിൾ എടുക്കുക. റെയിലി ഫ്ലോ ടേബിൾ എടുക്കുക. എന്താൽപി ഡിഫറൻസിൽ വന്നിട്ടില്ലേ? എന്താൽപി ഡിഫറൻസിൽ വന്നിട്ടില്ല. ഇൻക്രീസിങ് സ്റ്റാഗ്നേഷൻ എന്താൽപി വന്നിട്ടില്ലേ? അത് ഡിഫറൻസ്. സാധാരണ ഹീറ്റല്ലേ വരണ്ടേ? ഹീറ്റോ അല്ലെങ്കിൽ എങ്ങനെ? ഹീറ്റ് ആഡഡ് അല്ലേ സാധാരണ തെറ്റ്? ക്യൂ അല്ലേ എടുത്ത്? ഇത് HL അത് എങ്ങനെ വേണമെന്ന് ചോദിക്കാടാ. ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താൽപി ഡിഫറൻസ് ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ Q is equal CP into H0 H0 ആണ്. നിങ്ങൾ ക്യൂ എടുക്കണ്ട. ഇപ്പൊ നിങ്ങൾ ക്യൂവിന്റെ ആവശ്യം വരുമ്പോൾ മാത്രം ക്യൂ എടുത്താൽ മതി. ക്യൂവിലെ കേസിലേക്കൊന്നും പോകുന്നില്ലല്ലോ ഇപ്പൊ. T02 കണ്ടുപിടിക്കണ്ടേ? ഏഹ് T02 കണ്ടുപിടിക്കണ്ടേ? T02 കണ്ടുപിടിക്കാൻ H02 - H01 തന്നിട്ടുണ്ടല്ലോ. H02 - H01 എന്ന് പറയുന്നത് എന്താ? CP into T02 - T01 എഴുതാലോ. ആദ്യം നിങ്ങള് E സ്റ്റാറും T സ്റ്റാറും കണ്ടുപിടിക്കുക. എന്തായാലും ആവശ്യം വരും നിങ്ങൾക്ക്. ഇനീഷ്യലി 0.17 വെച്ചിട്ട് M1 = 0.17 വെക്കുക. 0.17 P1/P സ്റ്റാർ വാല്യൂ ആണോ T1/T സ്റ്റാർ വാല്യൂ ആണോ ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ടേബിളിൽ 0.16ഉം 0.18ഉം അല്ലേ? എങ്ങനെ? ആവറേജ് എടുത്തുള്ളപ്പോ ആവറേജ് എടുത്താൽ കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് നോക്കട്ടെ, ശരിയാണോ നോക്കാം. നോക്കാം. അത് ഐസെൻട്രോപിക് ടേബിൾ ഞാൻ എടുക്കണ്ടേ? ഐസെൻട്രോപിക് ടേബിളിന് എങ്ങനെയാ? അതും റെയിലിന് സോറി. ഐസെൻട്രോപിക് ടേബിളിൽ പോകണ്ട, റെയിലി ടേബിളിൽ തന്നെ. T/T0 കണ്ടുപിടിക്കുന്ന ഐസെൻട്രോപിക്കിനല്ലേ? T/T0 കണ്ടുപിടിക്കാൻ ഐസെൻട്രോപിക് തന്നെ. അതിന്റെ അകത്ത് 0.17 ഉണ്ട്. അതിൽ 0.17 ഉണ്ട്. റെയിലി ഫ്ലോന്റെ ടേബിൾ നിങ്ങൾക്ക് P സ്റ്റാർ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം എക്സിറ്റ് കണ്ടീഷനിൽ P സ്റ്റാർ വെച്ചിട്ട് വാല്യൂ ഇപ്പൊ സ്റ്റാറ്റിക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ റെഫറൻസ് കണ്ടീഷനിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം റെയിലി ഫ്ലോ അത് അല്ലെ മറ്റേ രീതിയിൽ ചെയ്യുന്ന അങ്ങനെയും കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. ആദ്യം ഐസെൻട്രോപിക് അത് ഏത് ഓർഡറിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനീഷ്യലി ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ടാണെങ്കിൽ ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട് T0 വാല്യൂസ് ആദ്യം കണ്ടുപിടിച്ചോ. അതിൽ 0.17 ഉണ്ട്. എന്നാ അങ്ങനെയാ ചെയ്യുന്നത്. അത് ആദ്യം സ്റ്റാർട്ടിങ് ചെയ്യും. അപ്പൊ എത്ര വരുക? T1/T01 എത്ര വരുന്നു? എത്ര ശ്രീരാഗ്? ശ്രീരാഗ് ശ്രീരാഗ് ഉണ്ടോ ക്ലാസ്സിൽ? ശ്രീരാഗ് എടാ, എല്ലാവർക്കും മൈക്ക് കംപ്ലൈന്റ് ചോദിക്കുന്ന എല്ലാവർക്കും മൈക്ക് കംപ്ലൈന്റ് ആണല്ലോ. തേജസ് ഉണ്ടോ ക്ലാസ്സിൽ? തേജസ്
എത്ര വരുന്നത് T1 by T01 വാല്യൂ? 0.9943 വരും. Then T01 കണ്ടുപിടിച്ചാലോ? ഇത് എല്ലാത്തിനും രണ്ടാൾക്കാർ മാത്രം ഉത്തരം പറയാനും 311. അവസ്ഥയാക്കി വെക്കില്ല. ചോദിക്കുന്നതിന് മറുപടി പറയാം. ഇതെല്ലാരും കൂടി പ്രോബ്ലം ചെയ്യേണ്ടിട്ടാണ് തരുന്നത്. ക്ലാസ് രണ്ടാൾക്ക് മാത്രം ചെയ്യാനല്ല. ഓക്കെ, T01 വാല്യൂ കണ്ടുപിടിച്ച്. T01 വാല്യൂ എത്ര വരുന്നത് കണ്ടുപിടിച്ചിട്ട്? 311.77. എത്രയാടാ? 311. 11.78 വരും ഓൾമോസ്റ്റ് അല്ലേ? Then T01 കണ്ടുപിടിച്ചു. പ്രഷറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സിറ്റ് കണ്ടീഷൻ കണ്ടുപിടിക്കണം. ഇതെല്ലാം വേണ്ടി വരുന്നത്. T01 കണ്ടിന്യൂസ്ലി P01 കണ്ടുപിടിക്കും. P1 by P01 വാല്യൂ എത്ര വരുന്നത്? P1 by P01 0.980. So P01 എത്ര വരുന്നു ഇപ്പൊ? 0.35. എത്ര? 0.35. മനസ്സിലായിട്ടടാ? 0.35. കറക്റ്റ് ആണ്. പൈസൻട്രോപിക് ടേബിളിൽ എന്താ കണ്ടുപിടിച്ചു? T01 വാല്യൂ കണ്ടുപിടിച്ചു. T01 വാല്യൂ കണ്ടുപിടിച്ചു. റൈറ്റ്? ഇനി ഒന്നുകിൽ ഡയറക്റ്റ് റെയിലി ഫ്ലോ ടേബിളിൽ പോയിട്ട് T സ്റ്റാറും P സ്റ്റാറും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അത് റിക്വയർഡ് ആയിട്ട് എപ്പോഴാണ് റിക്വയർഡ് കണ്ടീഷൻ വരുന്ന സമയം കണ്ടുപിടിച്ചാലും മതി. ഇനി തന്ന കണ്ടീഷൻ നോക്കാം. എന്താൽപി ഡിഫറൻസ് എന്നുണ്ട് H02 മൈനസ് H01. സോ H02 മൈനസ് H01 എന്ന് പറയുന്നത് എന്താ? CP ഇൻറ്റു T02 മൈനസ് T01 ആണ് അല്ലെ? അതിനകത്ത് നമുക്ക് എന്താ അൺനോൺ ക്വാണ്ടിറ്റി എന്താ? H02 മൈനസ് H01 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാല്യൂ അറിയാം, T01 അറിയാം, CP അറിയാം. സോ ഇക്വേഷൻ വെച്ചിട്ട് എന്താ കണ്ടുപിടിക്കാം? T02 കണ്ടുപിടിക്കാം. റൈറ്റ്? T02 ഒന്ന് കണ്ടുപിടിച്ചേ. സാറ് റെയിലേറ്റ് ഫ്ലോ എന്താടാ മനസ്സിലായില്ല? സാറ് റെയിലേറ്റ് ഫ്ലോ ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാന്ന്. ആ റെയിലി ഫ്ലോ ടേബിൾ വെച്ചിട്ട്, അതായത് അതിന്റെ അകത്ത് P1 by P സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കോളം ഇല്ലേ? ആ P സ്റ്റാർ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ P സ്റ്റാർ പക്ഷെ കുറച്ച് പ്രോബ്ലത്തിന്റെ ലേറ്റർ പാർട്ടിൽ വേണം. അതായത് എക്സിറ്റ് കണ്ടീഷനിലെ സ്റ്റാറ്റിക് പ്രഷർ എല്ലാം കണ്ടുപിടിക്കാൻ ആ P സ്റ്റാർ വാല്യൂ വേണം. അത് ഒന്നുകിൽ സ്റ്റാർട്ടിങ്ങിലെ കണ്ടുപിടിച്ച് വെക്കാം, അല്ലെങ്കിൽ അത് ആവശ്യം വരുമ്പോൾ കണ്ടുപിടിച്ചാലും മതി എന്ന നിലയിൽ പറഞ്ഞതാണ് ഞാൻ. അടുത്ത സ്റ്റേജ് അതിന്റെ എക്സിറ്റ് കണ്ടീഷനിൽ അടുത്ത വാല്യൂസ് കാണുമ്പോൾ P സ്റ്റാർ വാല്യൂ കണ്ടുപിടിക്കണം. അത് നമുക്ക് എന്നാ ചെയ്യാം. അത് അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് അടുത്ത സ്റ്റേജ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, ഇപ്പൊ T02 കണ്ടുപിടിക്കും. എക്സിറ്റ് കണ്ടീഷനിലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കിട്ടും. 1478.44 കെൽവിൻ വരും. T02 വാല്യൂ അല്ല, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? Q is equal to CP into T02 minus T01 വെച്ചിട്ടാ? CP into H0 സ്റ്റാഗ്നേഷൻ എന്താൽപി ഡിഫറൻസ് എന്ന് പറയുന്നത് H02 മൈനസ് H01 ആണ്. റൈറ്റ്? H02 മൈനസ് H01 നമുക്ക് ടെമ്പറേച്ചറിന്റെ ടേംസിൽ എഴുതി കൂടെ? അത് CP into T02 മൈനസ് T01 ആക്കാം. മനസ്സിലായിട്ടില്ല? എടാ എന്താൽപി എഴുതുന്നില്ല, H ഇല്ലേ എന്താൽപി? എന്താൽപി നമുക്ക് ടെമ്പറേച്ചറിന്റെ ടേംസിൽ എങ്ങനെ എഴുതുക? എന്താൽപി ഈക്വൽ ടു H2 minus H1. അങ്ങനല്ല, H ന്റെ ടെമ്പറേച്ചറിന്റെ CP ഇൻറ്റു T എന്ന് എഴുതുന്നില്ലേ?
ആ ഫോമാറ്റിൽ എഴുതുന്നില്ല. അപ്പൊ H02 മൈനസ് H01നെ നമുക്ക് CP ഇൻറ്റു T02 മൈനസ് T01 എഴുതി കൂടെ? ആ ക്ലിയർ ആയിട്ടില്ല? അതിനാ ജിഷ്ണു? സാറിന് സ്ക്രീൻ ഷെയർ ചെയ്യോ? ഷെയർ ചെയ്യാൻ ഒരു സെക്കൻഡ്. എന്റെ ലാപ്പ് ഓഫ് ആയി പോയി. അതായത് വേറെ ലാപ്പ് വെച്ചെടുക്കുന്നു. ഒരു സെക്കൻഡ്. സ്ലൈഡ് ആക്കിയിട്ടില്ല. PDF എഴുതി വെച്ചിട്ടുണ്ടോ വേറെ പറ്റും. ബാക്കി ക്ലിയർ ആയവരുണ്ടോ? എഴുതുന്നോട്ട് എഴുതാ. രോഷിത്തൊക്കെ എഴുതിയാ? രോഷിത് എഴുതുന്നുണ്ടോ? പ്രോബ്ലം എഴുതുന്നുണ്ടോ? T02 വാല്യൂ കിട്ടിയാ രോഷിത്തിന്? പറയുന്നത് മനസ്സിലാണല്ലോ. സാറേ അത്ര എത്തിയില്ല. ഞാൻ ഐസെൻട്രോപ്പി ഫ്ലോ എന്റെ ഇടയ്ക്ക് കട്ടായി പോയി. ഗ്രൂപ്പ് എന്താ സാറേ പറ. അല്ലെ മീറ്റിൽ എന്തോ ഓപ്പൺ വൈറ്റ് ബോർഡ് ഒന്നുണ്ട്, അതിനകത്ത് ഇരിക്കും. എങ്ങനെ? ഈ ഗൂഗിൾ മീറ്റിൽ എന്തോ വൈറ്റ് ബോർഡ് എന്നുള്ള സാധനം ഉണ്ട്, അതിനകത്ത് എഴുതിയപ്പോ ഓക്കെ ഇതിനകത്തല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നോക്ക്. ഇപ്പൊ CP ഇൻറ്റു H02 മൈനസ് H01 എന്ന് പറയുന്നത് എന്താ? 1172.5 വന്നിട്ടുണ്ട്. അതാണ് H02 മൈനസ് H01, റൈറ്റ്? ഇതേ സാധനത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം. CP ന്റെ ടേംസ് ടെമ്പറേച്ചർ ടേംസ് ആക്കിയിട്ട് CP ഇൻറ്റു T02 മൈനസ് T01 എന്നുള്ള ഫോമാറ്റിൽ. ഓക്കെ, CP ഇൻറ്റു T02 മൈനസ് T01. പിന്നെ അതെന്താ കണ്ടുപിടിക്കാൻ നമുക്ക്? ഈക്വേഷൻ വെക്കുക, T02 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് എഴുതി കണ്ടുപിടിച്ച് നോക്കും. ഈ വാല്യൂ തന്നെ വരുന്നുണ്ടോ നോക്കുന്നു. ഇത് നോക്കി എഴുതി നോക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ PDF ഷെയർ ചെയ്യാൻ. ഇങ്ങനെ കാണിച്ചിങ്ങനെ നോക്കി എഴുതി വയ്യ. വിഷ്ണു മനസ്സിലായോ പറഞ്ഞത്?
ആ ക്യൂവിന് H1 - H2 ഓപ്ഷൻ അത്രേ ഉള്ളൂ. കൊടുക്കുന്നില്ലല്ലോ. അത് സിപിന്റെ ടെമ്പറേച്ചർ ടേംസിലേക്ക് എഴുതിയതേ ഉള്ളൂ. ക്യൂവിന്റെ ഇതിലേക്ക് പോയിട്ടില്ലാന്നേ ഉള്ളൂ. നമുക്ക് സാധാരണ ക്യൂ ഡയറക്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്താൽപി ഡിഫറൻസ് ആക്കിയിട്ട് തന്നേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ. സെയിം തന്നെയല്ലേ? കണക്ക് തന്നെ. അത് പറഞ്ഞാ പറയില്ല. T02 കണ്ടുപിടിക്കുക. ചെയ്ത ആൻസർ കിട്ടുന്നുണ്ടോ? M2 0.40. M2 0.40 അല്ല, 0.46 something. 45 വരും. 4480 വരും അപ്രോക്സിമേറ്റ്. കറക്റ്റ്. അതപ്പോ ഇന്റർപോളേഷൻ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഇന്റർപോളേഷൻ ചെയ്യേണ്ടി വരും. 0.45 വരും. ആ കിട്ടുന്ന വാല്യൂ എത്ര കിട്ടിയ? T02 by T0 സ്റ്റാർ എങ്ങനെ കിട്ടിയ? എത്ര കിട്ടിയ? അത് തെറ്റിപ്പോയി. 0.4 ആയി. ശരിയാക്കി ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഒന്നുകൂടെ. ക്ലിയർ ആവാത്ത ക്വസ്റ്റ്യൻ, ഇതുവരെയുള്ള സ്റ്റെപ്സ് ക്ലിയർ ആവാത്ത ആരും കൊണ്ടാ? അബിൻ ജോഷി, അബിനുണ്ടാ ക്ലാസ്സില്? അബിന്റെയും മൈക്ക് നോക്കാം. എല്ലാരും മൈക്ക് കംപ്ലൈന്റ് ആണല്ലോ. അവൻ പ്രോബ്ലം ചെയ്യുന്നുണ്ടോ? ഇതുവരെ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ മനസ്സിലായിന അവന്? അവൻ ജോഷിക്ക് മനസ്സിലായിന? എങ്ങനെ? T02 1478. ഇത്ര കൂടുതലല്ല കിട്ടും. 1478 വരും. ഈ T01 TC സ്റ്റാർ ഇല്ലേ, അത് എത്ര കിട്ടിയേ ഇന്റർപോളേറ്റ് ചെയ്താല്? T01 by T0 സ്റ്റാർ 0.129. അത് തന്നെയാണ് മറ്റേ ആവറേജ് എടുത്താലും കിട്ടുന്ന കേട്ടാ. രണ്ട് നമ്പറും കൂടി കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താലോ കറക്റ്റ് 0.129 കിട്ടിയ. ഇന്റർപോളേറ്റ് ചെയ്യണ്ടല്ലോ. അത് കറക്റ്റ് ആവറേജ് അതിന് വരുന്നോണ്ട് അത് അങ്ങനെ വരുന്നോണ്ട് എടുക്കുക. അത് ഒറ്റ ഡിഫറൻസ് ഡിഫറൻസ് അങ്ങനെ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് അധികം സജസ്റ്റ് ചെയ്യാത്തത്. കറക്റ്റ് അത് 0.160 180 അതിന്റെ കറക്റ്റ് ഡിഫറൻസിൽ വന്നോണ്ടാണ്. അല്ലാത്ത കേസിൽ അത് ഡിഫിക്കൽട്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാല് ഇന്റർപോളേഷൻ കറക്റ്റ് ചെയ്യേണ്ട മെത്തേഡ് വരുമ്പോ അത് ഡിഫിക്കൽട്ടി ആയിട്ട് വരും. എല്ലാ കേസും കിട്ടുന്നില്ല വരിക, ഏതെങ്കിലും രണ്ട് നമ്പർ നടയില്ല വരിക. വേറെ ടേബിൾസിൽ അങ്ങനെ വ്യത്യാസം ഒക്കെ ഓർമ്മയില്ല. കറക്റ്റ് എല്ലാ വാല്യൂ ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു വാല്യൂ ആണെങ്കിൽ ഇങ്ങനെ എടുത്താ പോരെ. രണ്ട് മൂന്ന് വാല്യൂ ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ തന്നെ വരിക. ഇനീഷ്യലി ഇതുവരെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? P1 T1 C1 ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് മനസ്സിലാക്കി വിട്ടിട്ടുണ്ടെന്ന് നോക്കുന്നു. P1 T1 C1 തന്നിട്ടുണ്ട് എൻട്രി കണ്ടീഷനില്. ദെൻ സ്റ്റാഗ്നേഷൻ എന്താൽപി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് എക്സിറ്റും എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. H02 - H01 അതാണ് 1172.5 kJ/kg വരും. അതുപോലെ CP വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? മാക് നമ്പർ കണ്ടുപിടിച്ചു. ഇൻലെറ്റ് കണ്ടീഷനിലെ മാക് നമ്പർ കണ്ടുപിടിച്ചു. C1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഗാമ RT1 ഇക്വേഷൻ വെച്ചിട്ട്. അതാണ് ജനറൽ ഇക്വേഷൻ. എന്ത് വരും? C1 60 വന്നു, റൂട്ട് ഓഫ് ഗാമ 1.4 287, C1 എന്ന് പറഞ്ഞാൽ 310 വന്നു. മാക് നമ്പർ അറ്റ് ഇൻലെറ്റ് 0.17 കണ്ടുപിടിച്ചു. റൈറ്റ്. 0.17 കിട്ടിയ ശേഷം ഐസൻട്രോപിക് ഈ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അത് ഇനി വരുന്ന കേസിൽ പറയേണ്ടതാണ്. ഓക്കെ, ഐസൻട്രോപിക് ടേബിൾ എടുത്തു. ഐസൻട്രോപിക് ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്തു? 0.17 കറസ്പോണ്ടിങ് ആയിട്ട് T1 by T01 കണ്ടുപിടിച്ചു. റൈറ്റ്. T1 by T01 കണ്ടുപിടിച്ചു. എത്ര വന്നു? 0.9943. 0.9943 വെച്ചിട്ട് T1 വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. T01 കണ്ടുപിടിച്ചു. T01 ഈക്വൽ ടു 311.78 Kelvin വരും. റൈറ്റ്. ദെൻ സിമിലർലി P1 by P1 വാല്യൂ കണ്ടുപിടിച്ചു. അത് ഐസൻട്രോപിക് ഫ്ലോ ടേബിളിന് 0.980 കിട്ടി. ആ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? T01 സ്റ്റാഗ്നേഷൻ പ്രഷർ അറ്റ് എൻട്രി കണ്ടീഷൻ
ഇൻലെറ്റ് കണ്ടീഷനിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിച്ചു. P01ന്റെ വാല്യൂ. P1 നമുക്ക് ഓൾറെഡി അറിയാം. സോ ആ ഇക്വേഷൻ വെച്ചിട്ട് P1ഉം ഈ വാല്യൂയും വെച്ചിട്ട് കണ്ടുപിടിച്ചു. P01ഉം കണ്ടുപിടിച്ചു. അവിടെ കണ്ടുപിടിച്ച് വെച്ചു. അത് നമുക്ക് ലേറ്റർ പാർട്ടിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് കണ്ടുപിടിച്ചാൽ വെച്ചു. ഓക്കെ. ദെൻ എക്സിറ്റ് കണ്ടീഷനിലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി given condition H02 minus H01 അതിനെ നമ്മൾ എന്ത് ചെയ്തു? CP into T02 minus T01 ആക്കി എഴുതി. സോ എന്ത് അറിയാം? CP അറിയാം, T01 അറിയാം, റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ അറിയാം, അതായത് H02 minus H01 വാല്യൂ അറിയാം. അതിന്റെ നമ്മൾ എന്ത് ചെയ്യുക? T02 വാല്യൂ കണ്ടുപിടിക്കാം. റൈറ്റ്? T02 വാല്യൂ കണ്ടുപിടിച്ചു 1478.44 Kelvin വരും അപ്രോക്സിമേറ്റ്ലി. റൈറ്റ്? ദെൻ ഇത് കണ്ടുപിടിച്ച ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇനി എക്സിറ്റ് കണ്ടീഷനിലെ വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സിറ്റിലെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സിറ്റിലെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സിറ്റ് മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? നമ്മൾ യൂഷ്വലി ഇതുവരെയുള്ള പ്രോബ്ലത്തിലൊക്കെ ചെയ്ത മെത്തേഡ് തന്നെ T02 by T01 എടുത്തു. അതിനെ ഒന്ന് റേഷ്യോ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. T02 by T0 സ്റ്റാർ ഡിവൈഡ് ബൈ T01 by T0 സ്റ്റാർ. ഇന്നലെയൊക്കെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ക്വസ്റ്റനിൽ ഇതേ മെത്തേഡ് തന്നെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവാം. T02 നമുക്കറിയാം, T01 നമുക്കറിയാം. 0.17 അതായത് ഇൻലെറ്റ് മാക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? T01 by T0 സ്റ്റാർ കിട്ടും. ഏത് ടേബിളിൽ നിന്ന്? റെയ്ലി ഫ്ലോ ടേബിളിൽ നിന്ന് T01 by T0 സ്റ്റാർ കിട്ടും. സോ ആ ഇത്രയും വാല്യൂസ് വെച്ചിട്ട് അത് അപ്രോക്സിമേറ്റ്ലി 0.129 വരും. റെയ്ലി ഫ്ലോ ടേബിൾ എടുത്താൽ M1 0.17 കറസ്പോണ്ടിങ് ആയിട്ട് T01 by T0 സ്റ്റാർ എന്ന് പറയാം 0.129 വരും. സോ എന്ത് വരും? നമുക്ക് T02 by T0 സ്റ്റാർ എന്നുള്ള വാല്യൂ കിട്ടും. T02 by T0 സ്റ്റാർ കറസ്പോണ്ടിങ്ങിൽ എന്ത് വരും? 0.611 വരും. ഈ 0.611 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവേഴ്സ് ഓർഡറിൽ മാക് നമ്പർ M2 എക്സിറ്റ് കണ്ടീഷനിലെ മാക് നമ്പർ കണ്ടുപിടിച്ചാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.45 വരും. ഓക്കെ, 0.45. 0.45 വെച്ചിട്ട് ബാക്കി കണ്ടീഷൻ കണ്ടുപിടിക്കുകയാണ്. ഇനി എക്സിറ്റ് കണ്ടീഷനിലെ വാല്യൂസ് കണ്ടുപിടിക്കാൻ എക്സിറ്റിലെ മാക് നമ്പർ കിട്ടി. അപ്പൊ എക്സിറ്റിലെ റെയ്ലി ഫ്ലോ ടേബിൾ എടുക്കുക, 0.45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാം. എക്സിറ്റിലുള്ള സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ P2 by P സ്റ്റാർ വാല്യൂ നമുക്ക് കിട്ടും 1.87 വരും. അത് ടേബിൾ നോക്കിയാൽ കിട്ടും 1.87. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? P സ്റ്റാർ വേണം. P2 നമുക്കറിയില്ല, P സ്റ്റാർ നമുക്കറിയില്ല. റൈറ്റ്? P സ്റ്റാർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്ത്? P സ്റ്റാർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? M1 വാല്യൂ റെയ്ലി ഫ്ലോ ടേബിൾ എടുക്കുക. M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള P1 by P സ്റ്റാർ എടുക്കുക. അതിൽ P1 നമുക്ക് തന്നിട്ടുണ്ട്, ഈ വാല്യൂ നമുക്കറിയാം. അത് വെച്ചിട്ട് P സ്റ്റാർ കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് P സ്റ്റാർ കണ്ടുപിടിക്കേണ്ടി വരുമെന്ന്. അപ്പൊ P സ്റ്റാർ കണ്ടുപിടിക്കുക, അതുപോലെ T സ്റ്റാർ കണ്ടുപിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ പ്രോബ്ലം ചെയ്ത് നോക്കണേ നാളത്തേക്ക്. ആ സാർ ഇതിലും അതേപോലെ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ ചോദിച്ചിട്ടില്ല സാറിനോട്. 300 അല്ല, T02 by T0 സ്റ്റാർ നമുക്ക് 0.611 കിട്ടുന്നേ. ആ 611. അപ്പൊ മാക് നമ്പർ എടുത്തത് 0.4844 അല്ലേ? 448 വരും. അതിനകത്ത് 44ഉം 46ഉം ആണ് റെയ്ലി ഫ്ലോ ടേബിൾ ഉണ്ടാവുക. 44ഉം 46ഉം ഉണ്ടാവുക. അതായത് 2.6 ഇതില് വരുന്നുണ്ട്. അതായത് 3.10 വാല്യൂന്റെ അടുത്ത് വരുന്നുണ്ട്. 3.10 ആ മാക് നമ്പർ 3.50 അപ്പൊ ഏത് എടുക്കണ്ടേ? അത് ഇന്നലെയുള്ള കൺഫ്യൂഷൻ. അത് മനസ്സിലായി. നിങ്ങൾ ടോപ്പ് റേഞ്ചിലേക്ക് പോകണ്ട. ആ റേഞ്ചിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യും. റൈറ്റ്? അല്ലെങ്കിൽ നോർമൽ റേഞ്ചിൽ സബ്സോണിക് റേഞ്ചിൽ തന്നെ എടുത്താൽ മതി. അല്ല, ഇതിപ്പോ രണ്ടു റേഞ്ചിങ്ങല്ലേ, സൂപ്പർ സോണിക് കഴിഞ്ഞല്ലേ? 0.45 എങ്ങനെയാടാ സൂപ്പർ സോണിക്? ആ റേഞ്ചിൽ എടുത്തേ. മറ്റേതാണ് സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നത്. 44ഉം 46ഉം ഇടയ്ക്ക് ഇന്റർപോളേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആ പ്രോബ്ലം ഒന്ന് ഫിനിഷ് ചെയ്യണേ. ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചിട്ട് പ്രോബ്ലം ഒന്ന് ഫിനിഷ് ചെയ്യണേ നാളത്തേക്ക്. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു. അഭിരാം പെട്ടെന്ന്. അഭിൻ ജോഷി, ആദർശ്, അശ്വിൻ, ആൽവിൻ, സാർ, അമൽ കെ പി,
Present, sir. അമൃത് സന്തോഷ് Present, sir. അമല അനന്തു Present, sir. അനുരാഗ് Present, sir. ആശ്രയ് Present, sir. അശ്വിൻ sir. ഭഗത് Present, sir. വിജിൻ Present, sir. ഫസീദ്ദീൻ ഫസീദ്ദീൻ ജിജോ Present, sir. ജിതിൻ Present, sir. കാർത്തികേയൻ Present, sir. കാർത്തികേയൻ Present, sir. ഋതുൽ Hello, sir. Present. Present, sir. ഋതുൽ Present, sir. രാഹുൽ സൂരജ് Present, sir. സൗരവ് സെൻസാ ശ്രീരാഗ് വൈശാഖ് വൈഷ്ണവ് Present, sir. വൈഷ്ണവ് പി കെ Present, sir. വസീം വസീം ദിനിൽ Present, sir. ജിഷ്ണു Present, sir. വിഷ്ണു മോഹൻ Present, sir. നിഖിൽ യോഷിത് Present, sir. വിഷ്ണു Present, sir. തേജസ് Present, sir. തേജസ് നേരത്തെ എവിടെ വന്ന് ഈ ക്ലാസ്സിലുണ്ടായിട്ടില്ലല്ലോ ഈ ക്ലാസ്സിൽ ഇത്രയും നേരം ഉണ്ടായിട്ടില്ല മാത്രം ക്ലാസ്സിലുണ്ടായിട്ടില്ല അഭിനവ് Present, sir. ഒരു ആകാശ് ഉണ്ടോ ആകാശ് ഓക്കെ ഗോകുൽ ഗോകുൽ സച്ചിൻ സച്ചിൻ ഓക്കെ ക്ലാസ്സിലില്ലാണ്ട് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ മാത്രം വന്ന് അറ്റൻഡൻസ് ഇട്ട് തരൂലേ ബാക്കി സമയമൊന്നും നീ ഉണ്ടാകുന്നില്ല ക്ലാസ്സിൽ ഉണ്ടാകാതെ എങ്ങനെയാ അറ്റൻഡൻസ് ഇടുക ഓക്കെ അപ്പൊ ഈ പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇത് കിട്ടുന്ന ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും ചെയ്ത് നോക്കണേ ഓക്കെ ശരി ബൈ Okay, sir.